ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ മുട്ട വിരിഞ്ഞ് ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇതിനകത്ത് ആ തലയുടെ അവിടെ ഗ്രേയിഷ് ഷെയ്ഡ് കൂടുതലുള്ളത് സെനഗൽ പാരറ്റാണ് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലിരിക്കണ യെല്ലോ ഷെയ്ഡ് തലയുടെ അവിടെ കൂടുതലുള്ളത് ജണ്ടേ കൊനൂറാണ്. ഏകദേശം ഒരു 2 മാസമൊക്കെ പ്രായം ആയിട്ടുള്ളൂ, 2 കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ സെൽഫ് ഫീറ്റിങ് ആയി തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് നാൾ മുന്നേ വരെ ഹാൻഡ് ഫീഡ് ചെയ്യായിരുന്നു, ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇത് 4 സെനഗൽ പാരറ്റ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ കൂട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ജനലുമ്മ കെട്ടി വെച്ചിരിക്കുകയാണ്. റെഡിമെയ്ഡ് കൂട് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വാങ്ങിയിട്ട് ഇങ്ങനെ കമ്പി വെച്ച് ജനലുമ്മ കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ നന്നായി ഇണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് ചെല്ലുമ്പോഴൊന്നും ഒട്ടും പേടിയൊന്നുമില്ല. നല്ല ഇണക്കമുള്ള കിളികളാണ്. നമ്മൾ സെനഗൽ പാരറ്റിൻ്റെ ഏകദേശം അഡൾട്ട് ആവാറായിട്ടുള്ളൊരു പെയറിനെ വാങ്ങിയിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായതാണ് കേട്ടോ. ഇപ്പോൾ പല പ്രാവശ്യമായി മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ഒരു വർഷമൊക്കെ മുന്നാണ് ആ അഡൾട്ട് പെയറിനെ വാങ്ങിയത്. അപ്പോൾ ആദ്യം വാങ്ങിയപ്പോൾ ഇതുപോലെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ നാട്ടിൽ പോയപ്പോൾ അവിടെ കൂടൊക്കെ പണിത് സെറ്റാക്കി. ആദ്യം സൺകുനൂറും ഗ്രീൻ ചീക്കുനൂറൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നീടാണ് ഈ സെനഗൽ പാരറ്റിനെ വാങ്ങിയിട്ട് അത് ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത്. ഏകദേശം ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് ആകുമ്പോഴേക്കും കൊടുക്കാറുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ രാവിലെ മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പൂവ് ഇട്ട് കൊടുക്കാറുണ്ട് കൂടിൻ്റെ മുകളിലായിട്ട്. അതൊക്കെ ദേവക്കുട്ടനും മൈതിരിമോളും ചെയ്തോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളികളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ വെജിറ്റബിൾസാണ് സാധാരണ കട്ട് ചെയ്ത് രാവിലെ കൊടുക്കുന്നത്. ഇവരിപ്പോൾ ഹാൻഡ് ഫീഡിങ് കഴിഞ്ഞ് ഇപ്പോൾ സെൽഫ് ഫീറ്റിംഗ് ആയിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെയാണ് സാധാരണ കൊടുക്കാറ്. പിന്നെ ഈവനിങ് ടൈം ആകുമ്പോഴേക്കും സീഡ് മിക്സ് കൊടുക്കും. അതായത് ആ വെജിറ്റബിൾസ് ഉച്ച കഴിയണോടുകൂടി എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പൂപ്പൽ വന്ന് ഈ കിളികൾക്ക് ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം വൈകിട്ട് സീഡ് മിക്സ് കൊടുക്കും, അതുപോലെ വെള്ളം വെച്ച് കൊടുക്കും. അത് ഡെയിലി എടുത്ത് മാറ്റും. വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഇപ്പോൾ ഇവർ സെറ്റായി കേട്ടോ. പിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നല്ല ഇണക്കമുള്ള കിളികളാണ്. കുഴപ്പമൊന്നുമില്ല. വീടിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാലും വലിയ ബഹളമൊന്നുമില്ല. നല്ല ഇണങ്ങി നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഭയങ്കര ബഹളം വയ്ക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല ഇണക്കമുള്ള കിളികളാണ്. പിന്നെ എന്താണെങ്കിൽ ഈ കൂടിൻ്റെ ഡോറിൻ്റെ ഭാഗം നമ്മൾ കമ്പി വെച്ച് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ ഡോറൊക്കെ പതുക്കെ പൊക്കാനൊക്കെ അറിയാം. 1-2 പ്രാവശ്യം ഇങ്ങനെ പൊക്കി ഡോറ് തന്നെ തുറന്ന് കിളി പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഡോറ് മിക്കപ്പോഴും ഇങ്ങനെ കമ്പി വെച്ച് കെട്ടി വയ്ക്കും. ഇവർ കൊക്കൊണ്ട് ഇങ്ങനെ തന്നെ കടിച്ച് തുറക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.